പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എൻ്റെ മുമ്പിലിരിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ 10ാം ക്ലാസ്സിൽ നല്ലൊരു മാർക്ക് നേടി തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും സീറ്റില്ലാതെ ഇപ്പോൾ ആശങ്കപരമായിട്ട് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. മേ ബി നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ലൈവ് എടുക്കുമ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ മുഖം ഞാൻ വീണ്ടും കാണിക്കാതിരുന്നത് എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ ഒന്നോ രണ്ടോ ആൾക്കാരുടെ പ്രശ്നമല്ല ഈ ഒരു പ്രശ്നം, സീറ്റ് പ്രതിസന്ധി എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് എടുത്ത് പഠിച്ച് ഫുൾ A+ നേടുകയും സർക്കാർ പറഞ്ഞതുപോലെയുള്ള ബോണസ് പോയിന്റുകൾ എല്ലാം ഉണ്ടായിട്ടും തനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും ഇതുവരെ ലഭിച്ചിട്ടില്ല. ആയതിനാൽ തന്നെ പല മീഡിയകളിലും ഷഹീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പോവുകയും നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായി മാറി നിങ്ങൾക്ക് വേണ്ടി എനിക്ക് സീറ്റ് കിട്ടിയില്ലെന്ന് മാത്രമല്ല എന്നെപ്പോലെ പലർക്കും സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായിട്ട് മലബാറിൽ സീറ്റുകളുടെ പ്രതിസന്ധി ഇപ്പോഴും രൂക്ഷമായി കടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം സർക്കാർ സമ്മതിച്ചു കഴിഞ്ഞു, സീറ്റിൻ്റെ പ്രതിസന്ധിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഒരുപാട് കുട്ടികൾക്ക് കിട്ടാതായി പോകുന്നത്. ഞാനിപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ സർക്കാരിനെ പൊക്കിപ്പറയുകയോ ഒന്നുമല്ല. ഒരു സാധാരണ ചെറുപ്പക്കാരനായ മുഹമ്മദ് ഷഹീദ് 10ാം ക്ലാസ്സിൽ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച് ഫുൾ A+ നേടി. അതിനനുസരിച്ച ബോണസ് പോയിന്റുകൾ JRC അടക്കമുള്ളതിൽ ബോണസ് പോയിന്റ് എന്താ പറയുക ഗ്രേസ് മാർക്കൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും 10ഓളം ബോണസ് പോയിന്റിന് അംഗീകൃതമാക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്. ഇവന് അപ്ലൈ ചെയ്ത സ്കൂളുകളിൽ എന്തുകൊണ്ടാണ് ഇവന് കിട്ടാത്തത് എന്നതിൻ്റെ ഒരു ഉത്തരമാണ് MS സൊല്യൂഷൻ ഇപ്പം നൽകുന്നത്. ഓക്കെ, അതിനു മുന്നേ തന്നെ ഷഹീദ്, എന്താണ് നിലവിലത്തെ സ്റ്റേജ്? വീട്ടുകാരെന്താണ് പറയുന്നത്? പഠിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് പറയാം, എൻ്റെ ഫീലിങ്സ് പറയൂ. നിന്നെപ്പോലുള്ള ഒരുപാട് പേര് ഈ വീഡിയോ രക്ഷിതാക്കളടക്കം കാണുന്നുണ്ട്. എന്താണ് നിന്റെ പാരന്റ് കാണുകയാണെങ്കിൽ, അല്ലെ നിന്നെപ്പോലെ ഇപ്പോൾ പ്രയാസങ്ങൾ ഫുൾ A+ നേടിയിട്ടും 9ഉം 8ഉം A+ നേടിയിട്ടും സീറ്റുകൾ ലഭിക്കാത്ത ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. ആഗ്രഹിച്ച സ്കൂളിലും കോഴ്സിലും കിട്ടാതായി പോയവരുണ്ട്. ഇവരോടൊക്കെ എന്താണ് ഷഹീദിന് പറയാനുള്ളത്, അല്ലെങ്കിൽ ഷഹീദിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? ഒരു കാര്യം പറയുകയാണെങ്കിൽ ഫുൾ A+ കിട്ടിയിട്ട് കാര്യമല്ല. അല്ല, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു A+ പോലും ഇല്ലാത്ത എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവന് വരെ സീറ്റ് കിട്ടി. അപ്പോൾ ഫുൾ A+ലല്ല കാര്യം, നമ്മുടെ പഞ്ചായത്ത് അനുസരിച്ചാണ് ഇപ്പൊ സീറ്റ് കൊടുക്കണത്. ഓക്കെ, അല്ല എനിക്കറിയാൻ എൻ്റെ ഒരു ഡൗട്ടാ. അപ്പോ ഫുൾ A+നേക്കാളും വലുതായിട്ട് നമ്മൾ എന്താ വാങ്ങേണ്ടി 10ാം ക്ലാസ്സിൽ? ചോദ്യത്തിന്റെ ഉത്തരം നൽകേണ്ടത് ഇവനെ പഠിപ്പിച്ച സ്കൂളിലെ അധ്യാപകരോ അവിടുത്തെ പ്രിൻസിപ്പാളോ, അല്ലെങ്കിൽ ഇവൻ പഠിച്ച ട്യൂഷൻ സെൻ്ററിലെ അധ്യാപകരായ ഞങ്ങളോ, അതും അല്ലെങ്കിൽ ഇവൻ്റെ രക്ഷിതാക്കളോ ഒന്നുമല്ല. ഉത്തരം നൽകേണ്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിക്കൊടുത്തത് ഇവൻ പഠിച്ച സ്കൂളും അവനെ സഹായിച്ച കൈകളും എല്ലാമാണ്. ആ ഫുൾ A+ നേടി അതിനപ്പുറം മറ്റെന്താണ് നേടേണ്ടത് എന്ന ചോദ്യത്തിന് നിലവിൽ ഉത്തരം പറയേണ്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. പക്ഷേ ഞാൻ ഉത്തരം പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ഇവന് തേർഡ് അലോട്ട്മെന്റിലും കിട്ടിയില്ല എന്നതാണ് പറയാൻ പോകുന്നത്. ബെസ്റ്റായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് അവൻ്റെ 1ാമത്തെ അലോട്ട്മെന്റിൽ അവൻ അപ്ലൈ ചെയ്ത സ്കൂളുകളുടെ ലിസ്റ്റും അതിൻ്റെ ലാസ്റ്റ് റാങ്കും അതിന് ഇവന് ലഭിച്ച റാങ്കുമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവൻ ആദ്യം കൊടുത്തത് ഇവൻ തന്നെ ഓൾറെഡി പഠിച്ചിട്ടുള്ള ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവന് +1 +2 പഠിക്കാൻ താല്പര്യം എന്നതുകൊണ്ട് തന്നെ ആ സ്കൂളിലെ ബയോളജി സയൻസിന് ഇവൻ കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് കൊടുത്തത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നരിക്കുനിയും, 3ാമത് MJ ഹയർ സെക്കൻഡറി സ്കൂളും, 4ാമതായിട്ട് കുന്നമംഗലം, 5 JDT, 6 റഹ്മാനിയ എന്നീ ഓർഡറുകളിൽ 6 സ്കൂളുകളിലായിട്ട് ബയോ സയൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓരോ സ്കൂളുകളുടെയും ലാസ്റ്റ് റാങ്ക്, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ആ സ്കൂളുകളിൽ അവസാനം കയറിയ കുട്ടിയുടെ റാങ്കാണ് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇവന് പഠിച്ച സ്കൂളിൽ കിട്ടിയിട്ടില്ല. കാരണം അവിടെ 50ാമത്തെ റാങ്കുള്ള കുട്ടിയാണ് എന്ത് ലഭിച്ചത്, അവസാനത്തെ സീറ്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇവന്റെ റാങ്ക് 361ആണ്. അതുപോലെ ഓരോ സ്കൂളുടെയും ലാസ്റ്റ് റാങ്ക് കാണിച്ചിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവന് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെയും കിട്ടാൻ സാധ്യത, ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ല സെക്കൻഡ് അലോട്ട്മെന്റിലും ഇത് കിട്ടുമോ എന്ന ചോദ്യം. ജസ്റ്റ് ഒന്ന് ഡബിൾ എടുക്കാനാണ് ഞാൻ പറയല്. 50ന്റെ ഡബിൾ 100, 80ന്റെ ഡബിൾ 160, 49, അങ്ങനെ പോയിട്ട് ഓരോന്നിനും ഡബിൾ എടുക്കുമ്പോഴും അവിടെ എത്തുന്നില്ല. സ്വാഭാവികമായിട്ടും സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇവന് കിട്ടില്ല.
ഇനി തേർഡ് അലോട്ട്മെന്റ് വന്നു. തേർഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ദാ ഇതുപോലൊരു റാങ്ക് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. തേർഡ് അലോട്ട്മെന്റിൽ ഇതേ 6 സ്കൂളുകളിൽ ലാസ്റ്റ് റാങ്കിൽ നല്ലൊരു വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ 50 ആയിരുന്നു ചക്കാലക്കൽ സ്കൂളിൽ ഇവന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലാസ്റ്റ് റാങ്കെങ്കിൽ ഇപ്പോൾ 115-ലെത്തി. ഇത് ഏത് അലോട്ട്മെന്റ് ആണ്? ഇത് തേർഡ് അലോട്ട്മെന്റിലാണ് വന്നിരിക്കുന്നത്. ഇവന്റെ റാങ്ക് അപ്പോഴും എത്ര തന്നെ? 372 തന്നെ. ഇനി ബാക്കിയൊക്കെ ഒരല്പം കൂടുതലുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇത് നിശ്ചയിക്കുന്നത്, അതായത് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന സംഗതികൾ ശരിക്കും നിശ്ചയിക്കുന്നത് ഈ WGPA അടിസ്ഥാനത്തിലാണ്. WGPA നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവന് 9.5 ആണ്. അപ്പോൾ 9.50001 ഉള്ള ഒരു കുട്ടിക്കാണ് എന്ത് ചെയ്യുക, ഇവനേക്കാൾ മുന്നേ സീറ്റ് കിട്ടുക. ഓക്കെ, ജസ്റ്റ് ലാസ്റ്റ് ഒരു ഡിജിറ്റ് ഉണ്ടായാലും മതി. അപ്പോൾ ലാസ്റ്റ് റാങ്കോ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി സീറ്റ് നിർണ്ണയിക്കുന്നത് എന്ത് നോക്കിയിട്ടാ? WGPA എന്ന് പറയുന്ന ഒരു വാല്യൂ നോക്കിയിട്ടാണ്. അത് 10ലാണ് ഉണ്ടാവുക. ഇനി എന്തുകൊണ്ടാണ് ഈ 6 സ്കൂളുകളിലും കൊടുത്തിട്ടും ഇവന് കിട്ടാതായി പോയത്? ശ്രദ്ധിക്കുക, ഓരോ സ്കൂളിനെ കുറിച്ചും കൃത്യമായിട്ട് പഠിക്കണം. ഇവൻ ആദ്യം കൊടുത്തത് ചക്കാലക്കൽ സ്കൂളാണ്. ചക്കാലക്കൽ സ്കൂളിൽ 115 റാങ്ക് വരെ ലാസ്റ്റ് റാങ്ക് പോയിട്ടുണ്ട്. പക്ഷെ ഇവന്റെ റാങ്ക് 372 ആണ്. അതായത് 371 കുട്ടികൾ ഇവനേക്കാൾ മുന്നേ ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ ഇവന് സീറ്റ് കിട്ടുള്ളൂ. ആ 371 കുട്ടികളുടെയും സീറ്റിൽ ഒരു തീരുമാനമായിട്ട് ഇവൻ എന്ത് കിട്ടുള്ളൂ? ചക്കാലക്കലെ ബയോളജി സയൻസ് കിട്ടുള്ളൂ. പക്ഷേ ആ 371 കുട്ടികളിൽ ഫുൾ A+കാർ മാത്രമല്ല, 9 A+കാരുണ്ടാകും, 8 A+കാരുണ്ടാകും, 7 A+കാരുണ്ടാകും, പലതരത്തിലുള്ള ബോണസ് പോയിന്റുകൾ ഉള്ളവരുണ്ടാകും, പല രീതികളിലുണ്ടാകും. പക്ഷേ അവിടെയെല്ലാം നോക്കിയിട്ടും ഇവന് ഫുൾ A+ ആണ്, ഇവൻ പഠിച്ച സ്കൂളാണ്. പക്ഷെ ഇവന്റെ WGPA കുറഞ്ഞു പോകുവാനും റാങ്ക് വളരെ നല്ല രീതിയിൽ കൂടിപ്പോവാനും കാരണം എന്താ? ഇവന്റെ പഞ്ചായത്ത് വേറെയാണ്. ചക്കാലക്കൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മടവൂർ പഞ്ചായത്താണ് അല്ലേ? യെസ്. പക്ഷെ ഇവന്റെ പഞ്ചായത്ത് വരുന്ന ഏതാ? കൊടുവള്ളി. അപ്പൊ മടവൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലേക്ക് നോക്കുമ്പോൾ ഇതൊരു റൗണ്ട് വരച്ചാൽ തൊട്ടപ്പുറത്ത് നമ്മളിപ്പോൾ കേശല് കഴിഞ്ഞ് എൽശല് വരയ്ക്കുകയാണെങ്കിൽ ഈ മടവൂർ പഞ്ചായത്ത് കഴിഞ്ഞിട്ടേ പിന്നെ എന്ത് നോക്കുള്ളൂ? കൊടുവള്ളി എന്ന് പറയുന്ന പഞ്ചായത്തുള്ളൂ. കൊടുവള്ളി മാത്രമല്ല, മടവൂർ കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് കൂടെ എന്തുണ്ട്? കിഴക്കോത്ത് എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്ത് ഉണ്ട്. അതോടൊപ്പം തന്നെ എന്തുണ്ട്? നരിക്കുനി എന്ന് പറയുന്ന പഞ്ചായത്ത് ഉണ്ട്. പക്ഷെ പഞ്ചായത്താണ് ആദ്യം പ്രാധാന്യം കൊടുക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏത് പഞ്ചായത്താണ് വരിക? ഫസ്റ്റ് പ്രയോറിറ്റി മടവൂരാ. സോ ആ മടവൂര് പഞ്ചായത്തിലുള്ള കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് ആദ്യം തയ്യാറാക്കും. ആര്? ആ കമ്പ്യൂട്ടർ തയ്യാറാക്കും. ആ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. അതിൽ തന്നെ ഒരുപാട് ഫുൾ A+ ഉള്ളവരുണ്ട്, 9 A+കാരുണ്ട്, 8 A+കാരുണ്ട്. അപ്പൊ പഞ്ചായത്ത് ഒരു വലിയ ഒരു ഘടകമാണ്. 2 കമ്മ്യൂണിറ്റി, അതായത് ജാതി മതം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേ ചക്കാലക്കൽ സ്കൂൾ ഒരു എയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ട് അവിടെ കമ്മ്യൂണിറ്റിയിൽ സീറ്റ് കൊടുക്കും. ഇതേ മടവൂർ പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി കോട്ടയിലൂടെ സീറ്റ് ലഭിച്ച് ആ മടവൂർ പഞ്ചായത്തിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടേ പിന്നെ ഇവിടെ കൊടുക്കുള്ളൂ, അടുത്ത പഞ്ചായത്തിലേക്ക് പോവുള്ളൂ. അപ്പൊ കുറഞ്ഞ കമ്മ്യൂണിറ്റി സീറ്റുകൾ മാത്രമേ ആ സ്കൂളിലുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിറ്റിയിലേക്ക് എന്ത് ചെയ്യും? മടവൂർ പഞ്ചായത്തിൽ തന്നെയുള്ള ഇതുപോലെ മെറിറ്റ് കോട്ടയിൽ അപ്ലൈ ചെയ്ത പല കുട്ടികളും കമ്മ്യൂണിറ്റിയിലും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ റാങ്ക് ഉള്ളവർ എന്ത് ചെയ്യും? ആദ്യമേ കയറി പോകും. അപ്പോൾ ഈ സ്കൂള്, ചക്കാലക്കൽ സ്കൂള് ഇനി കിട്ടാത്തതിന് ഒരു കാരണം കൂടിയുണ്ട്. ഒരുപാട് കുട്ടികൾ ഒരു സ്കൂളിലേക്ക് നോക്കുമ്പോൾ അവിടെ അത്രയും നല്ല രീതിയിൽ ടൈറ്റ് അലോട്ട്മെന്റ് ആയിരിക്കും. അതായത് ചക്കാലക്കൽ എന്ന് പറയുന്ന സ്കൂളിൽ പൊതുവെ പുറത്തു നിന്ന് കേൾക്കുമ്പോൾ നല്ല റിസൾട്ടുള്ള സ്കൂളാണ്. അപ്പോൾ ആ ഒരു ചക്കാലക്കൽ എന്ന് പറയുന്ന സ്കൂളിൽ ഇത്ര കുട്ടികളെ ഉള്ളുവെങ്കിൽ നല്ല രീതിയിൽ ഒരുപാട് പേർക്ക് എന്ത് കിട്ടും? സീറ്റുകളൊക്കെ കിട്ടും. അവിടെ ഫുൾ A+ ഉള്ളവനും കിട്ടും, ഒരു A+ പോലും ഇല്ലാത്തവനും കിട്ടും. പക്ഷേ ചക്കാലക്കൽ പോലുള്ള ഒരു സ്കൂളിലേക്ക് എത്ര പേര് ഓപ്ഷൻസ് കൊടുക്കുമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഞാൻ ചെയ്ത ഓരോ ഫോമിലും ചക്കാലക്കൽ സ്കൂൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു ഈ വർഷം കുറച്ച് ഫോമേ ചെയ്തുള്ളൂ, 200 അടുത്തേ ചെയ്തിട്ടുള്ളൂ. ആ 200ഓളം ഫോമിലും ചക്കാലക്കൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും കുട്ടികൾ ഈ ഒരു സ്കൂളിലേക്ക് കൊടുക്കുന്ന സമയത്ത്
റാങ്ക് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. 370 എത്രയായിരുന്നു? 1 371 റാങ്കാണ് ഇവന്റെ ലാസ്റ്റ് റാങ്ക്. അപ്പൊ 370 കുട്ടികളോളം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവനേക്കാൾ റാങ്കും ഇവനേക്കാൾ WGP ഉള്ളത്. ആ 370 കുട്ടികളിൽ കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യും, സെക്കൻഡ് അലോട്ട്മെന്റോട് കൂടി കമ്മ്യൂണിറ്റിയിലേക്ക് മാറിപ്പോയി. കുറച്ച് ആൾക്കാർ സ്പോർട്സ് കോട്ടയിലൂടെ കയറി, കുറച്ച് ആൾക്കാർ VHSൽ അപ്ലൈ ചെയ്ത് കയറി. അപ്പൊ ബാക്കി പോയിട്ടും അവസാനം എത്തിയ റാങ്ക് ഏതാ? 115 അല്ലേ റാങ്ക് എത്തിയത്. എന്നിട്ടും 115 റാങ്കിൽ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ചക്കാലക്കൽ സ്കൂൾ ആണെങ്കിലും, നരിക്കുനി ആണെങ്കിലും, MJ ആണെങ്കിലും, കുന്നമംഗലാണെങ്കിലും, JDT ആണെങ്കിലും, റഹ്മാനി ആണെങ്കിലും എല്ലാം അത്രമേൽ കുട്ടികൾ ആ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കിട്ടാത്തത് എന്നതും ഒരു കാരണമാണ്. പഞ്ചായത്ത് നോക്കുന്നത് ഒരു കാരണമാണ്. ബോണസ് പോയിന്റ് ഫുള്ളായിട്ടുള്ളവർക്ക് പെട്ടെന്ന് കിട്ടുന്നത് ഒരു കാരണമാണ്. ജാതിയും മതവും നോക്കിയിട്ട് കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് കൊടുക്കുന്നത് ഒരു കാരണമാണ്. പലതും എല്ലാം ഈ കാരണങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതുകൊണ്ടാണ് ഇവന് കിട്ടാത്തത് എന്ന് പറയാം. പക്ഷേ ഇപ്പോഴും ഷഹീദ് ചോദിച്ച ചോദ്യം ബാക്കി കിടക്കുകയാണ്. എനിക്ക് എങ്കിൽ സീറ്റ് കിട്ടണമെങ്കിൽ ഞാൻ ഫുൾ A+ എന്നതല്ലാതെ പിന്നെ എന്തായിരുന്നു നേടേണ്ടത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ്. ഒരു കുട്ടിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഹാർഡ് വർക്കിന് മേൽ ഹാർഡ് വർക്ക് എടുത്ത് ഫുൾ A+ നേടുകയും ചെയ്തു. ഫിസിക്സ് പോലെയുള്ള പരീക്ഷയൊക്കെ നല്ല ടൈറ്റ് എക്സാം ആയിരുന്നു ഈ വർഷത്തെ. ടോട്ടൽ 10 സബ്ജക്റ്റിൽ ഫിസിക്സ് നല്ല ടഫായിരുന്നു. മാത്സും ഒരല്പം കടും കട്ടിയുള്ള ചോദ്യങ്ങളൊക്കെ ഒരല്പം ഉണ്ടായിരുന്നു. എങ്കിലും പഠിച്ച് പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാണ് ഇത്തരം കുട്ടികൾക്കൊക്കെ ഫുൾ A+ എന്ന സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. എന്നിട്ടും ജാതിയും മതവും ഒക്കെ നോക്കുമായിരുന്നുവെങ്കിൽ, നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും കഷ്ടപ്പെടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എന്നോട് ഒരാൾ പറഞ്ഞു, സാർ എനിക്ക് ഫുൾ A+ ഉണ്ട്, സീറ്റ് കിട്ടിയിട്ടില്ല, പക്ഷെ എനിക്ക് ഫുള്ള് വേണ്ടായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നു. ഒരു 7 എണ്ണം മതിയായിരുന്നു. കാര്യം 7 എണ്ണമുള്ള എൻ്റെ ഫ്രണ്ടിന് എനിക്കിഷ്ടപ്പെട്ട സ്കൂളിൽ എനിക്കിഷ്ടപ്പെട്ട കോഴ്സിന് കിട്ടി. അവിടെ ആ കുട്ടി കമ്പയർ ചെയ്യാൻ വേറൊന്നും നോക്കുന്നില്ല. എത്ര A+ ആയിരുന്നു? 7A+. ഇവൻ എത്ര? ഫുൾ A+. ഫുൾ A+ ഉള്ള ഇവന് കിട്ടിയില്ല, 7A+ മറ്റവന് കിട്ടി. എന്തുകൊണ്ടാ? അവന്റെ പഞ്ചായത്ത് മടവൂരായതുകൊണ്ടായിരിക്കും, അവന്റെ ജാതിയും മതവും അതായതുകൊണ്ടായിരിക്കും, അവന് വീട്ടിന്റെ തൊട്ടടുത്താണ് സ്കൂളായിരിക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ഉത്തരങ്ങൾ വരിക. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് ഫുൾ A+ എന്ന് പറയുന്ന ഒരു നേട്ടം നേടിയിട്ടും ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്കൂളും കോഴ്സും നേടാൻ കഴിയുന്നില്ല എന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പോരായ്മയാണ് എന്ന് പ്രിയപ്പെട്ട അധ്യാപകർ മനസ്സിലാക്കുക, രക്ഷിതാക്കൾ മനസ്സിലാക്കുക. ഇനി ഇത്തരം പരാതികൾ വർഷങ്ങളിലായിട്ട് വരുന്നുണ്ട്. സീറ്റ് പ്രതിസന്ധി, ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും കിട്ടാത്തവരുടെ പ്രതിസന്ധി. ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ ഇവന്റെ നേരെ താഴെയുള്ള 370 കുട്ടികളും ഫുൾ A+ ഉള്ളവരായിരിക്കണം. ആ 370 കുട്ടികൾ കഴിഞ്ഞിട്ടാണ് ഇവന്റെ റാങ്ക് 371 വരുന്നതെങ്കിൽ ഇവന്റെ താഴെയുള്ള 370 കുട്ടികളും എന്തായിരിക്കണം? ഫുൾ A+ ഉള്ളവരായിരിക്കണം. പക്ഷെ അല്ല. ഇനി ചക്കാലക്കൽ സ്കൂൾ ഇവന് സീറ്റ് കിട്ടിയിട്ടില്ല, പക്ഷേ അവിടെ കിട്ടിയ കുട്ടികളെല്ലാം തന്നെ ആരല്ല? ഫുൾ A+ ഉള്ളവരല്ല. അതുകൊണ്ടാണ് ഈ മാർക്ക് നേടിയിട്ട് എന്തുകൊണ്ട് കിട്ടുന്നില്ല? അതൊരു ചോദ്യം തന്നെയാണ്. ഇതിനൊരു സൊല്യൂഷൻ MS-ന് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഇപ്പോഴുള്ള A+ എന്ന് പറയുന്ന സിസ്റ്റം ഒഴിവാക്കി പെർസെൻറ്റേജ് എന്ന് പറയുന്ന സിസ്റ്റം നിർബന്ധമായും കൊണ്ടുവരണം. കാര്യം ഇവൻ പറയുന്നു എനിക്ക് ഫുൾ A+ ഉണ്ട്, സീറ്റ് കിട്ടിയിട്ടില്ല. വേറൊരാൾ പറയുന്നു എനിക്കും ഫുൾ A+ ഉണ്ട്, പക്ഷെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ഇവന് 99%, ഇവൻ 98%. അങ്ങനെ പറയാം. അങ്ങനെ നോക്കുമ്പോഴെങ്കിലും ഒരു ഉത്തരമുണ്ട്. എനിക്ക് 99% ഇല്ലല്ലോ, അതുകൊണ്ടാണല്ലോ കിട്ടാത്തത് എന്ന് പറയാമായിരുന്നു. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന സിസ്റ്റം ഈ വർഷമെങ്കിലും നടപ്പാക്കിയാൽ അടുത്ത വർഷമെങ്കിലും യഥാർത്ഥ കുട്ടിക്ക് എന്ത് കിട്ടും? സീറ്റ് കിട്ടും. ഇപ്പോഴും പ്രതിസന്ധി തീരുന്നില്ല. മലബാറിലെ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തില്ല? സീറ്റില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് അടുത്ത വർഷം ഉണ്ടാവും, സീറ്റ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാകും. പക്ഷെ കയറിയവരൊക്കെ സീറ്റിന് അർഹതപ്പെട്ടവരാവണമെങ്കിൽ എന്ത് വേണം? പെർസെൻറ്റേജ് സിസ്റ്റം കൊണ്ടുവരണം. എന്താണ് ഷഹീദെ അടുത്ത വർഷത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പോയിന്റ് പറയാനുള്ളത്? എന്താ പറയാനുള്ള വെച്ചാൽ, നേരത്തെ ഒരു അറിവില്ലാത്തത് കൊണ്ട് ഇവനൊരു പോയിന്റ് പറഞ്ഞു. എന്ത്? നിങ്ങളാരും പഠിക്കാത്തതാണ് നല്ലത് എന്നുള്ളത്. അത് ഇവന്റെ വിഷമം കൊണ്ടാണ്. ഇവന്റെ പെർസ്പെക്റ്റീവ് വ്യൂവിൽ അത് ശരിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ
ആസ് എ ടീച്ചർ അല്ലെ മോട്ടിവേറ്റർ അല്ലെ ഇവനെ പഠിപ്പിച്ച ഒരാൾ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഇവൻ അങ്ങനെ പറയരുത് എന്നുള്ളത് ഞാൻ പറയുള്ളൂ. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പഠിക്കണം, പക്ഷേ സർക്കാരോ പൊതുവിദ്യാഭ്യാസ വകുപ്പോ പഠിക്കുന്ന കുട്ടികളെ അംഗീകരിക്കണം. അത് അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ പെർസെൻറ്റേജ് സിസ്റ്റം കൊണ്ടുവരണം. മാർക്ക് A+ സിസ്റ്റമാണോ അല്ലെങ്കിൽ മാർക്ക് പെർസെൻറ്റേജ് സിസ്റ്റമാണോ ഏറ്റവും ബെറ്റർ? പെർസെൻറ്റേജ് സിസ്റ്റം ബെറ്ററായി തോന്നുന്നുണ്ടോ? അതെ. നേരത്തെ അത് പിന്നെ പെർസെൻറ്റേജ് സിസ്റ്റം കൊണ്ടുവന്നിരുന്നെങ്കിൽ നിനക്കൊക്കെ സീറ്റ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം എൻ്റെ ട്യൂഷനിൽ തന്നെ A+ കിട്ടിയ ഒരു 3 കുട്ടികൾ എടുത്ത് നോക്കിയാൽ ഒരു കുട്ടിക്ക് ചിലപ്പോൾ 40-ൽ 36 കിട്ടിയിട്ടുണ്ടാവുക, ഒരു കുട്ടിക്ക് 40-ൽ 39 ആയിരിക്കും. അപ്പൊ അതിൽ ആർക്കാണ് ഫസ്റ്റ് സീറ്റ് കിട്ടുക? 40-ൽ 39 ഉള്ള കുട്ടിക്ക് എനിക്ക് പറയാമായിരുന്നു പെർസെൻറ്റേജ് സിസ്റ്റം ആയിരുന്നുവെങ്കിൽ. ഇപ്പം അത് പറയാൻ പറ്റുന്നില്ല. ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ് A+ സിസ്റ്റമാണ് ഈ വർഷവും, അതുകൊണ്ട് നിങ്ങൾക്ക് പണി കിട്ടും. അന്ന് ഞാൻ A+ കിട്ടിയിട്ടും ഒരു കാര്യമില്ല എന്ന് ലൈവിൽ പറഞ്ഞപ്പോൾ പല രക്ഷിതാക്കളും എന്നെ വിളിച്ച് പറയാം, സാർ എന്താണ് നിങ്ങൾ ഇങ്ങനെ വെളിവില്ലാതെ ഓരോന്ന് വിളിച്ച് പറയുന്നത്? ഞാൻ എത്ര മീറ്റിങ്ങിൽ, ട്യൂഷൻ സെൻ്ററിലെ മീറ്റിങ്ങിലൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഫുൾ A+ എന്നതുകൊണ്ട് മാത്രം ഒരു കുട്ടി ഇഷ്ടപ്പെട്ട സ്കൂളിലേക്കോ ഇഷ്ടപ്പെട്ട കോഴ്സിലേക്കോ എത്തിക്കൊള്ളണമെന്നില്ല. അത് ഞാൻ തന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾ അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. ഫുൾ A+ നേടിയിട്ട് എൻ്റെ അടുക്കലേക്ക് റിസൾട്ട് വന്ന ഉടനെ എൻ്റെ അടുത്ത് വന്ന് പൊട്ടിച്ചപ്പോഴും കേക്ക് മുറിച്ചപ്പോഴൊക്കെ ഞാൻ അപ്പോഴും മനസ്സ് കണ്ടതാ ഇവന് സീറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇഷ്ടപ്പെടുന്ന സ്കൂളുകൾ ഇതൊക്കെ തന്നെയാണ്. ഇനി ഇതേ സ്കൂളിൻ്റെ നേരെ താഴത്ത് ഒന്നിപ്പോൾ ഒരു 3 സ്കൂളുണ്ട്, ഞാൻ ആ സ്കൂളിലെ പേര് പറയുന്നില്ല. ആ 3 സ്കൂളിൽ ഏതെങ്കിലും ഒരു സ്കൂൾ ഇവൻ കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവന് കിട്ടുമായിരുന്നു. ഇവന്റെ പഞ്ചായത്തിൽപ്പെട്ട ഒരു 3 സ്കൂൾ വരുന്നുണ്ട്. ആ 3-ൽ ഒരു സ്കൂൾ ഇവൻ അടിയിൽ 7ാമത്തെ ഓപ്ഷൻ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി അവിടെ തീരുമായിരുന്നു. പക്ഷെ അത് കൊടുക്കാതിരുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഇഷ്ടമില്ലാത്തൊരു സ്കൂളിൽ പോയി 2 വർഷം പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും ഷഹീദിനെ പോലെയുള്ള ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നിലവിൽ ഇതേ കോമാ സ്റ്റേജിൽ നിൽക്കുന്നവരുണ്ടാകും. കോമാ സ്റ്റേജ് അല്ല, പരിതാപകരമായിട്ട് ആശങ്കാപരമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ടാകും. നിങ്ങൾ സ്വയം സമാധാനിക്കുക, വെയിറ്റ് ചെയ്യുക. ഈ സമയവും കടന്നു പോകും. സപ്ലിമെന്ററിയിൽ നല്ല സീറ്റ് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. തീർച്ചയായിട്ടും ഷഹീദിനെ പോലെയുള്ള കുട്ടികൾ ആരെങ്കിലും A+ ഒക്കെ ലഭിച്ചിട്ട് സീറ്റ് ലഭിക്കാതെ വീട്ടിൽ ഒറ്റക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ചെറുപ്പക്കാരാ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.